നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു 5-6 ദിവസമായി കേട്ടോ ഞാൻ വീഡിയോ ചെയ്തിട്ട്. കുറച്ച് തിരക്കിലായിപ്പോയി. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് തിരക്കൊക്കെ മാറിയിട്ട് ഒന്ന് ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നിങ്ങളോട് പറഞ്ഞു തരാമെന്ന്. അപ്പം എൻ്റെ വീഡിയോ പ്രതീക്ഷിച്ചിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങളോ അല്ലെങ്കിൽ ഒരു 1-2 മാസം കഴിയുമ്പോൾ നമ്മൾ ഒരു ഗീവ് അവേ ഒക്കെ വെക്കുന്നുണ്ട്. എൻ്റെ സ്ഥിരമായ പ്രേക്ഷകരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് ചെറിയ ചെറിയ ഗിഫ്റ്റൊക്കെ ഞാൻ തരാൻ വേണ്ടി എന്താ പറയുക, നമ്മൾ കാണുന്നില്ലെങ്കിലും നിങ്ങളെല്ലാവരും ഒരു സുഹൃത്തുക്കളാണ് കേട്ടോ. ഞാൻ മെസ്സേജും കമൻറ്റും പിന്നെ മെയിലായിട്ടൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട് കുറച്ച് പേര്, അല്ലെങ്കിൽ കമൻസ് ഒക്കെ ഞാൻ വായിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഗീവ് അവേ ആയിട്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയ സമ്മാനങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ സ്ഥിരം പ്രേക്ഷകരൊക്കെ ഉണ്ട്, എൻ്റെ വീഡിയോ കാണുന്നവർ സ്ഥിരമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ആ പേരൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ സൂക്ഷിച്ച്, എനിക്ക് അവരെ കാണുന്നില്ലെന്നേ ഉള്ളൂ, എനിക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ മിക്കവരെയും മനസ്സിലാക്കുന്നത് അവരുടെ ആ ഒരു പ്രൊഫൈൽ ഫോട്ടോ ഉണ്ടല്ലോ, അതായത് ആ മെസ്സേജ് വരുമ്പോൾ ഒരു പ്രൊഫൈൽ ഇട്ടേക്കുന്നത്, അത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ തന്നെ ബിന്ദു എന്ന് പറയുന്നൊരു ചേച്ചി എല്ലാ വീഡിയോസിലും വീഡിയോ കാണാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു. അവർക്ക് ജീവിതത്തിൽ ഒരുപാട് മാറ്റമുണ്ട് ആ ചേച്ചിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പം ആ ചേച്ചിക്കൊക്കെ ഞാൻ എന്തായാലും ഒരു ചെറിയ ഗിഫ്റ്റ് ഞാൻ അയക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് സ്ഥിരം പ്രേക്ഷകരാകട്ടെ, എന്നിട്ട് നമ്മൾ ഗീവ് അവേ വെക്കുന്നതായിരിക്കും ചെറിയ ചെറിയ ഗിഫ്റ്റൊക്കെ. അപ്പോൾ അതൊക്കെ പോട്ടെ. ഇന്നത്തെ പോസിറ്റീവ് കാര്യമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ തമ്പനയിലിൽ കണ്ട പോലെ നെഗറ്റീവ് എനർജി നിങ്ങളെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ലക്ഷണങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ. അതൊക്കെ നിങ്ങളെ പിടികൂടിയിട്ടുണ്ട്, നിങ്ങളെ ബാധിക്കുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ താളം തെറ്റിക്കുന്നു, നിങ്ങൾക്ക് സമാധാനമില്ല, സന്തോഷവുമില്ല, ഒരുപാട് പ്രശ്നങ്ങൾ, ദുരിതങ്ങൾ, ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതലും എനിക്ക് തോന്നുന്നു എൻ്റെ വീഡിയോസ് കാണുന്ന സ്ത്രീകളാണ്, പുരുഷന്മാർ കാണണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. കൂടുതലായിട്ട് കമൻസ് ഒക്കെ വരുന്നത് സ്ത്രീകളുടെയാണ് കേട്ടോ. അപ്പോൾ അവർ വീട്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഞാൻ ശ്രദ്ധിച്ച കുറേ കാര്യങ്ങൾ, എൻ്റെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടി ഞാൻ ശ്രദ്ധിച്ച കാര്യങ്ങൾ, എൻ്റെ മനസ്സിൽ ഞാൻ ഭയങ്കര ഡൗൺ ആയിട്ടിരുന്ന, ഇതുപോലെ ഒരു വീഡിയോയുടെ മുമ്പിൽ സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ കയറി സംസാരിക്കാനോ മറ്റുള്ളവരോട് സംസാരിക്കാൻ പോലും ഭയങ്കര ഭയമായിരുന്ന ഒരാളാണ് കേട്ടോ. ഭയങ്കരമായിട്ട് നെഗറ്റീവ് എനർജി എന്നെ ബാധിച്ച്, എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല, എനിക്ക് പലപ്പോഴും മരിക്കണമെന്ന് തോന്നിയിട്ടുണ്ട്, ഞാൻ എന്തിനാണ് ജീവിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട്, എന്തൊക്കെയോ എനിക്കറിയില്ല, പറയാൻ പറ്റാത്തൊരവസ്ഥ, എപ്പോഴും സങ്കടം, വിഷാദം എന്നൊക്കെ പറയുകയല്ലേ. അപ്പോൾ വിഷാദ രോഗം, ഇതൊക്കെ ബാധിച്ച ഒരാളായിരുന്നു ഞാൻ. പക്ഷെ ഞാനിപ്പം വളരെ ഹാപ്പി ആയിട്ട് നിങ്ങളോട് ഈ ഒരു രീതിയിൽ എല്ലാം സമാധാനത്തോടെ, പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ സമാധാനത്തോടെ കൈകാര്യം ചെയ്യാനൊക്കെ പഠിച്ചത് ഞാൻ എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിച്ചതിന് ശേഷമാണ് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ചെയ്യേണ്ട ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആവശ്യമില്ലാത്ത ചിന്തകളും കാര്യങ്ങളൊക്കെ വരുമ്പം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സങ്കടമോ ദേഷ്യമോ ഒക്കെ വരുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാനാണ് കേട്ടോ നിങ്ങൾ പഠിക്കേണ്ടത്. നിങ്ങളൊരു ചിന്ത നിങ്ങളുടെ ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് ആവശ്യമില്ലാത്തൊരു ചിന്ത വരുമ്പം, അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ ഒക്കെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് നമുക്കതിനെ നിയന്ത്രിക്കാൻ പറ്റുക എന്നുള്ളത്. ചിലരെ കണ്ടിട്ടില്ലേ, ദേഷ്യപ്പെടുമ്പോൾ അവർ ഒരുപാട് സാധനങ്ങൾ എടുത്ത് വലിച്ചെറിയുന്നു, അടുത്തുള്ളവരെ അടിക്കുന്നു, ഉപദ്രവിക്കുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവരുടെ മനസ്സിനെ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റാഞ്ഞിട്ടാണ് കേട്ടോ. അപ്പം നമ്മളുടെ ശരീരത്തെ അല്ല, നമ്മളുടെ മനസ്സിനെ വേണം ആദ്യം നമുക്ക് നിയന്ത്രിക്കാൻ. നമ്മളുടെ ചിന്തകളെ വേണം, അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിനെ വേണം നമ്മൾ നിയന്ത്രിക്കാൻ. മനസ്സെന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റാത്തൊരു സാധനം അല്ലേ. നമ്മൾ വിചാരിക്കുന്നത് ഈ ഹൃദയത്തിൽ ഇവിടെ ഉള്ളൊരു സംഭവം, എന്തോ ഒരു മനസ്സെന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഭാഗത്തെയാണ് പലപ്പോഴും നമ്മൾ മനസ്സായിട്ട് കണക്കാക്കുന്നത് അല്ലേ. അപ്പോൾ പക്ഷെ നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്, നമ്മളുടെ ചിന്തകളെ നിയന്ത്രിക്കണമെങ്കിൽ നമ്മളുടെ തലച്ചോറിലെ ന്യൂറോൺസ് ആണ് നമ്മളുടെ ചിന്തകൾ ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പം നമ്മളുടെ ആ ന്യൂറോണിക് പാത്ത്, ആ ഒരു വൈബ്രേഷൻ അല്ലെങ്കിൽ ആ ഒരു പാത്തിനെ നമ്മളുടെ കൺട്രോളിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുമ്പം നമ്മൾക്ക് ജീവിതത്തിലെ എല്ലാ നേട്ടങ്ങളും, എല്ലാ സൗഭാഗ്യങ്ങളും, എല്ലാ പ്രശ്നങ്ങളും ഇതൊക്കെ മാറാനായിട്ട്, അല്ലെങ്കിൽ എല്ലാ സൗഭാഗ്യങ്ങളും നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും ഒക്കെ സഹായിക്കും കേട്ടോ. സഹായിക്കും എന്നല്ല, നമുക്ക് ആ ഒരു നമ്മളുടെ ചിന്തകളിലുള്ള മാറ്റം വരുത്തിയാൽ മാത്രമേ നമ്മളുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് എനർജിയും അതുപോലെ തന്നെ
പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അട്രാക്റ്റ് ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ. ഇതൊക്കെ ഒരു യൂണിവേഴ്സൽ തത്വമാണ് കേട്ടോ. യൂണിവേഴ്സ് പറയുന്ന തത്വങ്ങളാണ്. അപ്പോൾ ഞാൻ പറയുന്നതല്ല, യൂണിവേഴ്സ് പറയുന്ന തത്വങ്ങളാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നെഗറ്റീവ് എനർജിക്ക് നമ്മളുടെ ജീവിതത്തിലേക്ക് വരാൻ യാതൊരു പെർമിഷനും വേണ്ട. അത് എപ്പോൾ വേണേലും നമ്മളുടെ ഒരു തോട്ട്, ഒരു ചെറിയൊരു ചിന്ത കൊണ്ട് നമുക്ക് നെഗറ്റീവായിട്ട് ഇരിക്കാനും നെഗറ്റീവ് ചിന്തകൾ നമ്മളെ പിടികൂടാനും ഒക്കെ പറ്റും. പക്ഷെ പോസിറ്റീവായിട്ടൊരു കാര്യം നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കണം, അല്ലെങ്കിൽ പോസിറ്റീവായൊരു എനർജി നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മൾ തീർച്ചയായും നമ്മൾ മനസ്സ് വെച്ചു, അല്ലെങ്കിൽ നമ്മൾ കൃത്യമായി അതിനുവേണ്ടി പണിയെടുത്തെങ്കിൽ മാത്രമേ നമ്മളിലേക്ക് പോസിറ്റീവായിട്ടുള്ള എനർജി വരുള്ളൂ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? നിങ്ങൾക്ക് പെട്ടെന്ന് സങ്കടം വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യം വരും. ഇതിനൊന്നും പെട്ടെന്ന് ഒരു എന്താ പറയുക, വലിയ പ്രിപ്പറേഷൻ ഒന്നും വേണ്ട, നിങ്ങൾ കഷ്ടപ്പെടുകയൊന്നും വേണ്ട. അതാണ് നമുക്ക് കൂടുതലും നമ്മളുടെ ജീവിതത്തിൽ കൂടുതൽ നമ്മൾ കാണുന്നതും ചെയ്യുന്നതും ഒക്കെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളാണ്. പക്ഷെ നമ്മളുടെ ജീവിതത്തിലേക്ക് ഒരു പോസിറ്റീവായിട്ട് ചിന്തിക്കണമെങ്കിൽ തന്നെ നമ്മൾ ബോധപൂർവം നമ്മളുടെ തലച്ചോറിലേക്ക് ഒരു ചിന്ത, നമ്മൾ ബോധപൂർവ്വം എനിക്ക് ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല, എനിക്ക് ഈ ഒരു നെഗറ്റീവ് എനർജി എന്നെ വിട്ടു പോകണം, എനിക്ക് സന്തോഷിക്കണം, എനിക്ക് ഹാപ്പി ആയിട്ടിരിക്കണമെങ്കിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം, ഇങ്ങനെയുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്ത നമ്മൾ നമ്മുടെ തലച്ചോറിലേക്ക് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ ഞാൻ പറഞ്ഞേ? അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യണം കേട്ടോ. മെഡിറ്റേഷൻ ചെയ്യണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു, നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടങ്ങാതെ മെഡിറ്റേഷൻ ചെയ്യണം. അല്ലെങ്കിൽ 1-2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം നമ്മൾ ഇരുന്ന് കഴിയുമ്പം നമ്മൾ ഇതിനൊക്കെ ഒന്ന് മെനക്കെട്ടിറങ്ങണം. നമ്മളുടെ ജീവിതത്തിലേക്ക് നമുക്ക് പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം സംഭവിക്കണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എഫേർട്ട് എടുക്കണം കേട്ടോ. നമ്മളത് കഷ്ടപ്പെട്ടേ പറ്റുള്ളൂ. നമ്മൾ പല തിരക്കുകളുമായിട്ട്, അല്ലെങ്കിൽ 8 മണി 10 മണി വരെ കിടന്ന് ഉറങ്ങിയിട്ട് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നില്ല, ജോലി തിരക്കാണ്, പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ 100 കൂട്ടം ജോലിയുണ്ട് എനിക്ക്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ പലപ്പോഴും ഒഴിവാക്കുന്ന ഓരോരോ ചെറിയ സ്റ്റെപ്പുകളും നിങ്ങളുടെ ജീവിതത്തെ കാര്യമായ രീതി ബാധിക്കും കേട്ടോ. കാര്യമായ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആ ഒരു ചെറിയ സ്റ്റെപ്പ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് വരും. പക്ഷെ നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് ഒന്നും എടുക്കുന്നില്ല, നിങ്ങളുടെ സുഖങ്ങൾ നോക്കി, നിങ്ങൾ ഇപ്പം തണുപ്പും മഴയൊക്കെയാണല്ലോ, എല്ലാവർക്കും പുതച്ചു മൂടി കിടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും, എഴുന്നേക്കാൻ തീരെ മടിയായിരിക്കും നമുക്ക് രാവിലെയൊക്കെ. പക്ഷെ അപ്പം നമ്മൾ ആ ഇടുന്ന ഒരു എഫേർട്ട് ഉണ്ടല്ലോ, നമുക്ക് വേണം. നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ നമ്മളിങ്ങനെ കിടന്നുറങ്ങിയേ പറ്റുകയില്ല എന്നുള്ള ആ ഒരു ചിന്തയുണ്ടല്ലോ, ആ ചിന്തയ്ക്ക് വളരെ വലിയ ഭയങ്കര ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു ചിന്തയാണ് കേട്ടോ അത്. അങ്ങനെ നിങ്ങൾക്ക് എഴുന്നേക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. ആ ഒരു ചിന്ത കൊണ്ട്, നിങ്ങൾക്ക് ആ ഒരു ചെറിയ ചിന്ത തോന്നി നിങ്ങൾക്ക് ഈ തണുപ്പിലും അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് രാവിലെ ഉറങ്ങാതെ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി നിങ്ങൾ എഴുന്നേക്കാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ രക്ഷപ്പെടും എന്നാണ് അർത്ഥം. നിങ്ങളുടെ ജീവിതത്തിനെ നിങ്ങൾ കാര്യമായിട്ട് കാണാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ നിസ്സാരമായി ഇങ്ങനെ ജീവിച്ചാൽ പോരാ എന്ന നിങ്ങളുടെ തോന്നലാണ് ആ ഒരു എഫേർട്ട് ഇടാൻ വേണ്ടി നമ്മളെ പ്രചോദിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും എനിക്ക് പറയാനുള്ള, സ്ത്രീകളോടൊക്കെ എനിക്ക് പറയാനുള്ള, നമ്മൾ രാവിലെ എല്ലാ ദിവസവും നമ്മളുടെ ജീവിതത്തിലേക്ക്, നമ്മളുടെ വീട്ടിലേക്ക് നല്ല പോസിറ്റീവ് എനർജി വരണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ചിലരെയൊക്കെ എനിക്കറിയാം, ചില വീട്ടമ്മമാരെ അല്ലെങ്കിൽ ചില സ്ത്രീകളെയൊക്കെ എനിക്കറിയാം, വെറുതെ കാര്യമില്ലാതെ ദേഷ്യപ്പെടും. രാവിലെ തൊട്ട് ബഹളമായിരിക്കും, മക്കളോട് ബഹളം, ഭർത്താവിനോട് ബഹളം, ദേഷ്യം, സങ്കടം. അവരോട് നമ്മൾ കാര്യം ചോദിച്ചു കഴിയുമ്പോൾ അവർ കരയാൻ തുടങ്ങും. ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അതുകൊണ്ടാണ് ഞാൻ ബഹളം വെച്ചത്, ഇതാണ് സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കരയുന്നു. അപ്പോൾ അവർ മൊത്തത്തിൽ അവരുടെ മനസ്സെന്ന് പറഞ്ഞ് ചടഞ്ഞിരിക്കുന്നൊരവസ്ഥ. അപ്പം ഞാൻ പല ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ, നമ്മൾ കൗൺസിലിങ്ങിനൊക്കെ വിളിക്കുമ്പോൾ ആളുകൾ സംസാരിക്കുമ്പോൾ നമുക്ക് അവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്കറിയില്ല എന്താണ് എനിക്ക് ദേഷ്യമെന്ന്, എനിക്കറിയില്ല, എനിക്ക് വീട്ടിൽ എൻ്റെ മക്കളെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, ഭർത്താവിനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, എന്നോട് തന്നെ എനിക്ക് ദേഷ്യം, എനിക്ക് മരിച്ചാൽ മതിയെന്ന് തോന്നുന്നു. ഈ ഒരു കാര്യങ്ങളിലൂടെ ഒക്കെ ഞാനും കടന്നു പോയിട്ടുണ്ട് കേട്ടോ. പല അവസരങ്ങളിലും പല സാഹചര്യങ്ങളിലും ഞാനും കടന്നു പോയിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ ഇപ്പം ഈ രീതിയിലിരിക്കണമെങ്കിൽ ഞാൻ ഒരുപാട് എഫേർട്ട് അതിൻ്റെ പുറകിലെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഓരോരോ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ മെഡിറ്റേഷൻ, അതുപോലെ തന്നെ നമ്മൾ നന്ദി പറയുക, യൂണിവേഴ്സിനോട് നന്ദി പറയുക, ഗ്രാറ്റിറ്റ്യൂഡ്, അഫർമേഷൻ, ഇതൊക്കെ അഫർമേഷൻ്റെ വീഡിയോസ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ, കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ അടുത്ത ദിവസം തന്നെ ഉടനെ തന്നെ അഫർമേഷൻ്റെ വീഡിയോ ഇടാം. കുറച്ച് അതിന് സമയം വേണം, എനിക്ക് ഒന്ന് റെക്കോർഡ് ചെയ്യണമെങ്കിലൊക്കെ കുറച്ച് സമയം വേണം. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് വീഡിയോസ് കഴിഞ്ഞിട്ട് അത് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു സ്വസ്ഥമായിട്ട് നല്ലൊരു മനസ്സോടുകൂടി ചെയ്യുമ്പോഴാണ് നിങ്ങൾക്കും അതിൻ്റെ ആ ഒരു ഫീലിങ്സ് കിട്ടുക. ഞാൻ രാവിലെയാണ് മെഡിറ്റേഷൻ ചെയ്യുന്നതും അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നതൊക്കെ. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളുമായിട്ട് എന്താ പറയുക, ഷെയർ ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് എടുത്ത് കഴിയുമ്പം എനിക്ക് ആ ഇതിൽ കൂടുതലൊരു കോൺസെൻട്രേഷൻ കിട്ടുകയില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ചൊന്ന് ഫ്രീ ആയി കഴിയുമ്പം ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ അഫർമേഷൻ്റെ വീഡിയോ ഇടാം കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞു വന്നിരുന്നത്,
ഒരുപാട് പേർക്കുള്ള പ്രശ്നമാണ്. അവർക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല, സമാധാനമില്ല, മക്കളോട് ദേഷ്യപ്പെടുന്നു, ഭർത്താവിനോട് ദേഷ്യപ്പെടുന്നു, എന്തെന്നില്ലാതെ അവർക്ക് തന്നെ അറിയില്ല അവരുടെ മനസ്സിൽ എന്താണ് പോകുന്നത്, എന്തൊക്കെ ചിന്തകളാണ് പോകുന്നത്. അതിനൊക്കെ ഈ വെറുതെ നമ്മൾ കൂടുതലും മക്കളോട് ദേഷ്യപ്പെടാനുള്ള കാര്യം എന്ന് പറയുന്നത് ഇവർ നമ്മളോട് പ്രതികരിക്കുകയില്ല എന്നറിയാം. തിരിച്ച് നമ്മളോട് പ്രതികരിക്കുകയില്ല അല്ലേ? നമ്മൾ അതുപോലെ നമ്മളുടെ മക്കളോട് ദേഷ്യപ്പെടുന്ന പോലെ നമ്മൾ പുറത്തുള്ള ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ നമ്മളുടെ പ്രായമുള്ള ഒരു അത്യാവശ്യം ആരോഗ്യമുള്ളൊരു വ്യക്തിയോട് നിങ്ങൾ ദേഷ്യപ്പെടാൻ പോകുമോ? ഉറപ്പായിട്ടും ഇല്ലല്ലേ? നമുക്കറിയാം അവർ പ്രതികരിക്കും. നമ്മളോട് തിരിച്ചെന്താ പറയുക എന്ന് നമുക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അവരോട് ദേഷ്യം തീർക്കില്ല. നമ്മളുടെ മനസ്സിലുള്ള പല പല ചിന്തകൾ, ഫ്രസ്ട്രേഷൻസ് ഒക്കെ നമ്മൾ തീർക്കുന്നത് പലപ്പോഴും നമ്മളുടെ കുഞ്ഞു മക്കളുടെ ഒക്കെ അടുത്തായിരിക്കും കേട്ടോ. ഞാനും ഇങ്ങനെ ആദ്യകാലങ്ങളിൽ എനിക്ക് ചെറിയ പ്രശ്നമൊക്കെ വരുമ്പോൾ ഇവരിങ്ങനെ കുഞ്ഞു മക്കളൊക്കെ ആയിരുന്നപ്പോൾ ഇങ്ങനെ അവർ വഴക്കുണ്ടാക്കുകയും കരയുകയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ദേഷ്യമാണ് നമുക്ക്. പക്ഷേ ഞാൻ അതൊക്കെ മനസ്സിലാക്കി എൻ്റെ ജീവിതത്തിൽ ഞാൻ മാറ്റം വരുത്താൻ കാര്യങ്ങൾ എങ്ങനെയാണ്, ഇതാണ് നമ്മുടെ പ്രശ്നം, എൻ്റെ ഉള്ളിലെ യഥാർത്ഥ പ്രശ്നങ്ങൾ ഞാൻ തിരിച്ചറിഞ്ഞ് അതിനെ മാറ്റാനുള്ള കാര്യങ്ങൾ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ, എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ എനിക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ എനിക്ക് മക്കളെ സ്നേഹിക്കാൻ പറ്റുന്നു. അവരോട് ആവശ്യമില്ലാതെ ദേഷ്യപ്പെടേണ്ട ആവശ്യം നമുക്കില്ല. ചെറിയ മക്കളോടൊക്കെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കുക, അല്ലാതെ അവരോട് ദേഷ്യപ്പെട്ടിട്ടോ കുറേ അടി കൊടുത്തിട്ടോ ഒന്നും ഒരു കാര്യമില്ല കേട്ടോ. പലപ്പോഴും നമ്മൾ അവരോടുള്ള ദേഷ്യമല്ല തീർക്കുന്നത്, നമ്മളുടെ ഉള്ളിലുള്ള പല നെഗറ്റീവ് എനർജി ഇങ്ങനെ കടന്ന് നമ്മളെ ഇട്ട് കളിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നമ്മളുടെ ചുറ്റുമുള്ള തൊട്ടടുത്ത് നമ്മളെ തിരിച്ചൊന്നും പറയുകയില്ല, അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കുകയില്ല, നമ്മളെ തിരിച്ച് പ്രതികരിക്കുകയില്ല എന്ന് ഉള്ള നമ്മളെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന വ്യക്തികളോട് നമ്മൾ ഈ ദേഷ്യമൊക്കെ തീർക്കുവാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് യെസ് എന്ന് താഴെ ഇപ്പോൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ ഈ ഒരു സത്യാവസ്ഥ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, നിങ്ങളുടെ പ്രശ്നം എന്താണ് എന്നുള്ള കാര്യം നിങ്ങളുടെ ഉപബോധ മനസ്സ് വേണം കേട്ടോ മനസ്സിലാക്കാൻ ആദ്യം. അപ്പോൾ ഇപ്പം തന്നെ എല്ലാവരും ഇങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് ദേഷ്യം വരുന്നു, നിങ്ങൾക്ക് കാര്യം അറിയാതെ നിങ്ങൾക്ക് സങ്കടം വരുന്നു, ഭയങ്കര വിഷാദ രോഗം, വിഷാദമായ ഒരു അവസ്ഥ, നിങ്ങൾക്ക് ഒന്നിലും സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് എങ്ങനെ മുമ്പോട്ട് ജീവിക്കണമെന്നറിയില്ല, നിങ്ങളുടെ ലൈഫിനെ പറ്റി നിങ്ങൾക്ക് യാതൊരു പ്ലാനും ഇല്ലാത്തവരായിരിക്കും ഈ രീതിയിലൊക്കെ പെരുമാറുന്നത് കേട്ടോ. കാരണം മനസ്സ് അവരുടെ കൈകളിൽ നിൽക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ചിന്തകൾ അവരുടെ കൈകളിൽ നിൽക്കുന്നില്ല. എന്താണ് ശരിയായ ചിന്ത, എന്താണ് തെറ്റായ ചിന്ത എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്ക് വന്നിട്ടില്ല എന്നതാണ് അർത്ഥം. അപ്പം അങ്ങനെ ആരെങ്കിലും ഒക്കെ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, നിങ്ങളെ ഇപ്പോൾ ആരും കാണുന്നില്ലല്ലോ, നിങ്ങൾ യെസ് എന്നൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ആരും കാണുന്നില്ല, നിങ്ങൾ എവിടെ നിന്നാണ് മെസ്സേജ് അയക്കുന്നതെന്നൊന്നും അറിയുന്നില്ല. പക്ഷെ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ, നിങ്ങളുടെ ഉപബോധ മനസ്സിന് അത് മനസ്സിലാകാൻ വേണ്ടിയാണ് കേട്ടോ ഇപ്പം യെസ് എന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞത്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഐ ആം എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഐ ആം എന്ന് കമൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു റെഡ് ഹേർട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മളുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ സ്ത്രീകളൊക്കെ ആണെങ്കിൽ രാവിലെ, സ്ത്രീകളും പുരുഷന്മാരുമാണ് കേട്ടോ, 10 മണി 12 മണി വരെ ഉറങ്ങുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ഉറങ്ങാം എങ്ങനെയാണെന്നറിയാവോ, അവർ ചില ആണുങ്ങളൊക്കെ അല്ലെങ്കിൽ ചില പുരുഷന്മാരൊക്കെ രാത്രിയിലൊക്കെ ഒരുപാട് ജോലി ചെയ്യുന്നവരുണ്ടായിരിക്കും. അവരുടെ ഓഫീസ് വർക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ വർക്കിലാണ് എന്നുണ്ടെങ്കിൽ, ചിലർക്ക് ഇരുന്നുള്ള ജോലികളൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ IT മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് രാത്രിയൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ കൂടുതൽ സമയം അവരുടെ ജോലിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു. അവർക്ക് ഉറങ്ങാൻ രാവിലെ എഴുന്നേക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ സമയം അവർക്ക് രാത്രി ജോലി ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ടായിരിക്കും. അല്ലെങ്കിൽ അവർക്ക് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ചിലർക്ക് രാത്രി ഇരുന്ന് പഠിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടായിരിക്കും കൂടുതൽ സമയം. അവർ ചിലപ്പോൾ 12 മണി 1 മണി വരെയൊക്കെ ഇരുന്ന് പഠിക്കുന്നവർ എനിക്കറിയാം. എൻ്റെ പേഴ്സണലി എനിക്ക് ആ കൂടെയുള്ളവർ രാവിലെ അവർക്ക് എഴുന്നേക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ രാത്രിയിൽ അവർക്ക് എത്ര സമയം വേണമെങ്കിലും ജോലി ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളവരുണ്ടായിരിക്കും. അങ്ങനെയൊക്കെയുള്ളവരാണെങ്കിൽ അവർക്ക് താമസിച്ച് എഴുന്നേറ്റാലും കുഴപ്പമൊന്നുമില്ല. അതല്ല, നമ്മളൊരു 8 മണിക്കൂർ, മാക്സിമം 7-8 മണിക്കൂർ നമ്മൾ ഉറങ്ങുക, നമ്മൾ നേരത്തെ കിടക്കുക. വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ, ചെറിയ മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ അവരൊക്കെ നേരത്തെ ഉറക്കിയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് ഒരു 9:30-10 മണി, മാക്സിമം 11 മണി, അത് ആ സമയത്ത് ഉറങ്ങിക്കഴിഞ്ഞാൽ 11 മണിക്കൊക്കെ ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് 5 മണിക്ക് എഴുന്നേൽക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എങ്ങനെയാണെങ്കിലും ഒരു 7 മണിക്കൂർ 6.5 മണിക്കൂർ ഉറക്കം കിട്ടുന്ന രീതിയിൽ നിങ്ങൾ ടൈം മാനേജ് ചെയ്ത് നിങ്ങളുടെ ജോലികളൊക്കെ തീർത്ത് നേരത്തെ മാക്സിമം കിടന്നുറങ്ങാൻ ശ്രമിക്കുക.
അതിരാവിലെ എഴുന്നേൽക്കണം കേട്ടോ. വീട്ടിൽ അതിരാവിലെ എഴുന്നേൽക്കുക ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് കേട്ടോ. നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരാൻ സഹായിക്കുന്ന, എൻ്റെ ജീവിതത്തിൽ മാറ്റം വരാൻ സഹായിച്ചൊരു കാര്യമാണ് രാവിലെ എഴുന്നേറ്റ് നിങ്ങളൊരു സാമ്പ്രാണിത്തിരിയോ അല്ലെങ്കിൽ കുന്തിരിക്കവോ അങ്ങനെ എന്തെങ്കിലും സുഗന്ധം പരത്തുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ രാവിലെ ഒരു സാമ്പ്രാണിയാണേലും ഒന്ന് കത്തിച്ച് എവിടെയെങ്കിലും ഒന്ന് വെക്കുക കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ ആ ഒരു ലിവിങ് റൂമിലോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന സ്ഥലത്തൊക്കെ ഒന്ന് ഒരു സാമ്പ്രാണി കത്തിച്ച് വെക്കുക. രാവിലെ പ്രാർത്ഥിക്കണം കേട്ടോ. എല്ലാവരും യൂണിവേഴ്സിന് നന്ദി പറയണം. യഥാർത്ഥത്തിൽ യൂണിവേഴ്സിന് നന്ദി പറയുക എന്ന് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് കേട്ടോ. നമ്മളെ ജനിപ്പിച്ച അല്ലെങ്കിൽ നമ്മളെ സൃഷ്ടിച്ച നമ്മൾ ദൈവത്തിന് വേണ്ടി ഞങ്ങളൊക്കെ ആണെങ്കിൽ നിസ്കരിക്കുകയാണ് ചെയ്യുന്നത്. രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾക്ക് 5 മണിയാകുമ്പം അല്ലെങ്കിൽ 5:30 ആ ഒരു സമയത്തിനുള്ളിൽ സൂര്യ ഉദിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് നിസ്കാരമുണ്ട്. ആ ഒരു സമയം നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തണം കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ അത് വിട്ട് കളയല്ല, നമ്മളുടെ ഒരു ദിനചര്യയായിട്ട് മാറ്റിയെടുക്കണം. അല്ലാതെ 8 മണി 9 മണി വരെ കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് എൻ്റെ ജീവിതത്തിൽ ഐശ്വര്യമൊന്നുമില്ല, എൻ്റെ ജീവിതത്തിൽ സമാധാനമില്ല, സന്തോഷമില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി നിങ്ങൾ യാതൊരു കാര്യവുമില്ല. ചിലർ ഒരു മൃഗത്തെ പോലെ അല്ലെങ്കിൽ മൃഗതുല്യമായ ജീവിതം എന്ന് പറയുകയില്ലേ, മൃഗത്തിന് പ്രത്യേകിച്ച് പ്രാർത്ഥനയോ അവർ വൃത്തിയോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ. അവരുടെ ആഹാരം കഴിക്കുക, എവിടെയെങ്കിലും കിടന്നുറങ്ങുക, അവരുടെ കാര്യങ്ങൾ എവിടെയെങ്കിലും സാധിക്കുക, ഇങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടല്ലേ അവർ ജീവിക്കുന്നത്. അതേപോലെ നമ്മൾ മനുഷ്യരാകാൻ പാടില്ല കേട്ടോ. നമ്മളൊരു കൃത്യമായ ലക്ഷ്യം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതുപോലെ തന്നെ നമുക്കൊരു കൃത്യനിഷ്ഠ ഉണ്ടാകണം. നമ്മളുടെ ഒരു അടുക്കും ചിട്ടയൊക്കെ വീട്ടിൽ നല്ലൊരു അടുക്കും ചിട്ടയും ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ നിങ്ങൾ ഓർക്കും ചെറിയ ചെറിയ കാര്യങ്ങളാണെന്ന്. പലർക്കും പല വീട്ടിൽ നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞാൽ വലിയ വീടൊക്കെ ആയിരിക്കും, വലിയ സമ്പത്തുള്ളവരായിരിക്കും, വലിയ വീടുള്ളവരായിരിക്കും. പക്ഷെ ഇവരുടെയൊക്കെ ആ ഒരു വീട്ടിൽ ആ ഒരു പോസിറ്റീവ് എനർജിയോ അല്ലെങ്കിൽ നമുക്ക് ചില വീടുകളിൽ നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞാൽ ചെറിയ കുടിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ ചെറിയൊരു വീടാണെങ്കിൽ നമുക്ക് അവിടെ കുറേ നേരം ഇരിക്കാൻ നമ്മളിങ്ങനെ നമ്മുടെ കണ്ണിങ്ങനെ ഓടിക്കും അല്ലേ. അവർ അടുക്കിപ്പറക്കി ഓരോരോ സാധനങ്ങൾ വെച്ചേക്കുന്നു, അവരുടെ ആ ഒരു നീറ്റ്നെസ് അല്ലെങ്കിൽ ആ ഒരു വീട് ക്രമീകരിച്ചേക്കുന്നത് ഇതൊക്കെ നമ്മളിങ്ങനെ നോക്കിയിരുന്നു പോകും. പക്ഷേ ചില വീടുകളിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഇത്രയും വലിയ വീടായിട്ട് ഇവർ ഈ വീട് ഇങ്ങനെയാണ് ഇട്ടേക്കുന്നത്. നമ്മൾ വിചാരിക്കും നമ്മളുടെ കയ്യിലൊക്കെ ഈ വീട് കിട്ടുമായിരുന്നു, നമ്മൾ എങ്ങനെ കൊണ്ടു നടന്നേനെ, നല്ല ചെടികളൊക്കെ വെച്ച് അല്ലെങ്കിൽ നല്ല എന്താ പറയുക നല്ലൊരു എനർജി, നമുക്ക് ഒരു പോസിറ്റീവ് എനർജി നമുക്ക് തോന്നും. അതുപോലെ തന്നെയാണ് നമ്മളുടെ ജീവിതത്തിൽ ഒരു മാറ്റം, പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യണമെങ്കിൽ നമ്മളുടെ ചുറ്റുപാട് നമ്മൾ എപ്പോഴും നിരീക്ഷിക്കണം കേട്ടോ. നമ്മളുടെ ചുറ്റുപാടും നമ്മളിരിക്കുന്ന സ്ഥലം, നമ്മൾ പെരുമാറുന്ന സ്ഥലം ഇതൊക്കെ അലങ്കോലമായിട്ടിടാൻ നിങ്ങൾ സമ്മതിക്കുകയേ ചെയ്യില്ല. ഇത് നമ്മളുടെ മനസ്സിനെ, ഉപബോധ മനസ്സിനെ വളരെ വലിയ രീതിയിൽ നമ്മളെ സ്വാധീനിക്കുന്നൊരു കാര്യമാണ് കേട്ടോ. പല വീടുകളിലും ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര അലമ്പും ബഹളവും ഒക്കെ ആയിരിക്കും. ആ വീട്ടിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കുക, എല്ലാ സാധനവും അലങ്കോലപ്പെട്ടായിരിക്കും കിടക്കുന്നത്, അവർക്കൊരു സമാധാനവും കാണുകയില്ല. അതേസമയം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കി, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ അത് തുടങ്ങുക കേട്ടോ. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുക, ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും സുഗന്ധദ്രവ്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ കുന്തിരിക്കവോ ചന്ദനത്തിരിയോ ഒക്കെ നിങ്ങളൊന്ന് കത്തിച്ച് രാവിലെ വെക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ. നിങ്ങളൊന്ന് ആദ്യം പ്രാർത്ഥിച്ച് നിങ്ങളുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്തേ. നിങ്ങൾ യൂണിവേഴ്സിനോട് പറഞ്ഞ് എനിക്കിന്ന് എൻ്റെ ജീവിതത്തിലേക്ക് ഒരുപാട് നന്മകൾ വരാനുണ്ട്, ഒരുപാട് ഐശ്വര്യം എൻ്റെ ജീവിതത്തിലേക്ക് വരാനുണ്ട്, ഞാൻ എല്ലാത്തിനെയും സ്വീകരിക്കാൻ തയ്യാറായിട്ടിരിക്കുവാണെന്ന് നിങ്ങൾ മനസ്സറിഞ്ഞൊന്ന് യൂണിവേഴ്സിനോട് പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും ആ ഒരു നല്ല കാര്യങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ പ്രയത്നിക്കുന്ന എന്തിനു വേണ്ടിയാണോ നിങ്ങൾ പ്രയത്നിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് വളരെ എളുപ്പം നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. എൻ്റെ ഉറപ്പാണ് കേട്ടോ. ഞാൻ ശ്രദ്ധിച്ച കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മളുടെ വീടൊക്കെ എപ്പോഴും നീറ്റായിട്ട് വെക്കുക കേട്ടോ. നമ്മളെപ്പോഴും ഇരിക്കുന്ന നമ്മുടെ ബെഡ്റൂം, നമ്മൾ കിടക്കുന്ന ബെഡ്റൂം, നമ്മുടെ ബെഡ്റൂമിലെ ബെഡ്ഷീറ്റുകളൊക്കെ ഒരാഴ്ചയോ മാക്സിമം ഒരാഴ്ച, അതിൽ കൂടുതലൊന്നും ഒരു ബെഡ്ഷീറ്റ് ഇടാൻ പാടില്ല കേട്ടോ. 2-3 ദിവസം, കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളതാണെങ്കിൽ 3 ദിവസമൊക്കെ കൂടുമ്പം നിങ്ങൾ ഡെയിലി പില്ലോ കവറും അല്ലെങ്കിൽ ബെഡ്ഷീറ്റൊക്കെ മാറ്റുക. അതുപോലെ തന്നെ പാത്രങ്ങളൊന്നും രാത്രിയിൽ കഴുകാതെ, ചിലരുടെയൊക്കെ ഒരു വീട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പേഴ്സണലി എനിക്കറിയാവുന്ന 1-2 വീട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് പേരെയൊന്നും കണ്ടിട്ടില്ല. 1-2 വീട്ടിൽ പാത്രമൊക്കെ കഴുകാതെ പൂട്ടിയിടുക. അതൊന്നും നിങ്ങൾ ചെയ്യല്ലേ കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വീട്ടിലേക്ക് നെഗറ്റീവ് എനർജിയെ വിളിച്ചു വരുത്തുന്ന അല്ലെങ്കിൽ നെഗറ്റീവായ കാര്യങ്ങൾ സംഭവിക്കാൻ, നെഗറ്റീവ് എനർജി നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ വേണ്ടിയുള്ള കാരണങ്ങളാണ് കേട്ടോ. ഇങ്ങനെയുള്ള വീടുകളിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ വലിച്ചു വാരി തുണി ഒരു സൈഡിൽ വലിച്ചു വാരിയിട്ട് പാത്രമൊക്കെ കുറേ കഴുകാൻ സിങ്കിൽ
അതുപോലെ തന്നെ മാറാലയൊന്നും അടിക്കാതെ വീടൊന്നും ശ്രദ്ധിക്കാതെ അങ്ങനെ കുന്നുകൂട്ടി ഒരു എന്താ പറയുക അലകഴിഞ്ഞ ജീവിതമാണ് നിങ്ങൾ നയിക്കുന്നതെങ്കിൽ ആ വീട്ടിലുള്ള ആളുകളുടെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതുപോലെ തന്നെ ആയിരിക്കും. അപ്പം നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കാൻ, നമ്മുടെ മനസ്സിനെ ഫ്രഷ് ആക്കി ഇരുത്താൻ വീട്ടിൽ നല്ല പൂക്കളൊക്കെ വെച്ച് പിടിപ്പിക്കുക, അല്ലെങ്കിൽ നമുക്ക് കൗതുകം തോന്നുന്ന, നമുക്ക് കണ്ടാൽ ഒരു സൗന്ദര്യം, നമുക്കൊരു ഇഷ്ടം തോന്നുന്ന കാര്യങ്ങളൊക്കെ. ഓരോരുത്തർക്കും പല ഇഷ്ടങ്ങളായിരിക്കും, പലർക്കും പല ഇഷ്ടങ്ങളായിരിക്കും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ കളർഫുൾ ആയിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ, പെയിൻറ്റ് കളർ, ഇതൊക്കെ നിങ്ങളുടെ വീടിൻ്റെ പെയിൻറ്റിൻ്റെ കളർ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നിങ്ങളുടെ മനസ്സിന് സന്തോഷം തരുന്ന പെയിൻ്റ് ആയിരിക്കണം നിങ്ങളുടെ വീടിന് ചുമരിന് കൊടുക്കേണ്ടത് കേട്ടോ. ചിലർ ഒരു മങ്ങിയ അല്ലെങ്കിൽ നമുക്ക് കണ്ടാൽ ഒരു മൂകത തോന്നി ഇരുണ്ട് കിടക്കുന്ന ആ ഒരു പെയിൻ്റൊക്കെ അടിക്കാതെ ഏറ്റവും നല്ലത് എപ്പോഴും വെള്ള പെയിൻറ്റ് തന്നെയാണ് കേട്ടോ. ഒരു ഐശ്വര്യം, ഒരു എന്താ പറയുക, ഒരു ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രകാശം കൂടുതലായിട്ട് തോന്നും. ആ രീതിയിലുള്ള നിങ്ങൾ ലൈറ്റൊക്കെ ചുമരിന് കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ എപ്പോഴും നിങ്ങളുടെ വീടും വീട്ടിലെ റൂമുകളും, വീടിലേതെങ്കിലും റൂമൊക്കെ അടച്ചിട്ടിട്ടുണ്ടെങ്കിൽ, ചിലപ്പം ഉപയോഗിക്കാതെ പഴയ സാധനങ്ങളൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ വീടുകളൊക്കെ, ചില റൂമുകളൊക്കെ അടച്ചിടുന്നവരൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് ആഴ്ചയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ അതൊന്ന് കയറി വൃത്തിയാക്കാനൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ നമ്മളുടെ ഒരു റൂമായിട്ടൊക്കെ അടച്ചിടുന്നുണ്ടെങ്കിൽ അതൊക്കെ ഭയങ്കര നെഗറ്റീവ് എനർജി, നെഗറ്റീവ് ഫീൽ ആ ഒരു റൂമിലൊക്കെ ഭയങ്കരമായിട്ട് പിടിപെടും കേട്ടോ. അത് നമ്മളുടെ ജീവിതത്തിലെ, നമ്മളുടെ വീടിനെ തന്നെ മൊത്തത്തിൽ ബാധിക്കാനായിട്ട് അതൊക്കെ കാരണമാവും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ. അതുപോലെ തന്നെ ദാരിദ്ര്യം, പെണ്ണുങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദാരിദ്ര്യം പറച്ചിൽ നിർത്തുക. അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട്, പണ്ടേ പറയുകയില്ലേ ആളുകൾ, പണ്ടുള്ള മുത്തശ്ശിമാരൊക്കെ പറയും നമ്മളുടെ വീട്ടിൽ അരിയും അതുപോലെ തന്നെ കടുക്, കല്ലുപ്പ് അല്ലെങ്കിൽ ഉപ്പ്, ഇതൊക്കെ നമ്മൾ മുളക്, ഇതൊന്നും നമ്മൾ തീർന്നു പോകാൻ പാടില്ല. എപ്പോഴും അത് സ്റ്റോക്ക് നമ്മളുടെ വീട്ടിലുണ്ടാകണം. അതെല്ലാവരും എനിക്ക് തോന്നുന്നു ഇപ്പോഴുള്ള ജനറേഷനിലെ ആളുകൾക്കാണ് അറിയാത്തത്. പഴയ ആളുകളൊക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കുമായിരുന്നു കേട്ടോ. അപ്പം ആ ഒരു കാര്യമൊക്കെ അത് വെറുതെ പറയുന്നതല്ല. നമ്മളുടെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയുള്ളവർക്കാണ് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാൻ സാധിക്കുക. ഒരു വല്ലപ്പോഴും അല്ലെങ്കിൽ അടുക്കളയിൽ കയറുക, ഇതൊക്കെ വല്ലപ്പോഴും കൈകാര്യം ചെയ്യുക, അങ്ങനെയുള്ളവർക്കൊന്നും ഈ കാര്യങ്ങളൊന്നും മനസ്സിലാകുകയില്ല. നമ്മൾ സ്ത്രീകൾ നമ്മളുടെ വീട്ടിൽ, നമ്മുടെ അടുക്കള നമ്മളുടെ കൈക്കുള്ളിലായിരിക്കണം. നമുക്ക് എപ്പോഴും അറിയണം നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് തീർന്നിരിക്കുന്നത്. അല്ലാതെ തീർന്നിട്ട് അന്നേരം പോയി വാങ്ങുക എന്നുള്ള ആ ഒരു ഏർപ്പാടെ മാറ്റണം നമ്മൾ. അപ്പം നമ്മളുടെ എന്തൊക്കെയാണ് വേസ്റ്റ് ആകുന്നത്, നമ്മുടെ സമയം വേസ്റ്റ് ആകുന്നു. നമ്മളൊരു സാധനം പുറത്ത് പോയ ഒരു ഭർത്താവ് അല്ലെങ്കിൽ ആള് പുറത്ത് പോയിട്ട് വരുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അല്ലേ ഈ ഒരു സാധനത്തിന് വേണ്ടി. അങ്ങനെ ചെയ്യാതെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ വീടിനുള്ള അടുക്കളയിൽ ഒരു ബുക്കും പേനയും നിർബന്ധമായിട്ടും വെക്കണം കേട്ടോ. സ്ത്രീകൾ ഉറപ്പായിട്ടും അത് ഇന്ന് തന്നെ നിങ്ങൾ ചെയ്യണം. ഒരു ബുക്കും പേനയും നിങ്ങളുടെ വീട്ടിലെ അടുക്കളയിൽ ഉണ്ടാകണം. എന്നിട്ട് കൃത്യമായി നിങ്ങൾക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത്, അന്നേരം തീരുന്ന അല്ലെങ്കിൽ കുറവുള്ള സാധനങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് എഴുതി വെക്കണം കേട്ടോ. എഴുതി വെച്ച് നമ്മൾ ആരാണോ വാങ്ങുന്നത് അവരുടെ കയ്യിൽ ലിസ്റ്റ് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഫോൺ വിളിച്ച് പറയുക. എന്നാന്ന് വെച്ചാൽ അന്ന് തന്നെ നിങ്ങളുടെ സാധനങ്ങൾ നിങ്ങളുടെ വീട്ടിൽ അടുക്കളയിൽ എപ്പോഴും ഒഴിയാതെ, അരിപാത്രമാണെങ്കിലും ഉപ്പുപാത്രമാണെങ്കിലും ഒക്കെ അത് ഒഴിയാതെ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നിങ്ങൾ എപ്പോഴും സ്റ്റോക്ക് ചെയ്തേക്കണം. ഒരുപാടൊന്നുമല്ല ഞാൻ പറയുന്നത്, കുറച്ച് നമ്മൾക്കൊരു പഞ്ഞം വരാത്ത രീതിയിൽ അയ്യോ ഇല്ലല്ലോ എന്ന് പറയാനുള്ളൊരു സിറ്റുവേഷൻ നിങ്ങൾ ഉണ്ടാക്കരുത് കേട്ടോ. അടുക്കളയിൽ നമുക്ക് പെട്ടെന്നൊരു ആഹാരം ഉണ്ടാക്കണമെങ്കിൽ ഇന്ന സാധനം നമുക്ക് വേണം. അത് കൃത്യമായിട്ട് നിങ്ങളുടെ അടുക്കളയിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഓരോരുത്തരും ചെയ്യുന്നൊരു, പെണ്ണുങ്ങളൊക്കെ അല്ലെങ്കിൽ സ്ത്രീകളൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ്, രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പം ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടത് അന്നേരമാണ് തീരുമാനിക്കുന്നത്. 9 മണിക്ക് മക്കൾ സ്കൂളിൽ പോകണമെങ്കിൽ 8 മണിക്ക് എഴുന്നേറ്റിട്ട് തീരുമാനിക്കുന്നവരുണ്ട്. അയ്യോ ഇന്നെന്താ ഉണ്ടാക്കുക, പെട്ടെന്ന് എന്തെങ്കിലും ഒരു മുട്ട പൊരിച്ചത് എന്തെങ്കിലുമൊക്കെ ആക്കി കൊടുത്ത് പരിപാടി തീർക്കും. അങ്ങനെയൊക്കെ ചെയ്യാതെ നിങ്ങൾക്ക് ഒരു 2 ദിവസത്തേനുള്ള മെനു എന്താണ് നമുക്ക് വേണ്ടത്, നമ്മൾ നാളെ നമ്മളുടെ മക്കൾക്കും ഭർത്താവിനും നമ്മൾക്കും ഒക്കെ കഴിക്കാനായിട്ട് നമ്മൾ എന്താണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നാളത്തെ ദിവസം നമ്മൾ എന്തൊക്കെയാണ് നമ്മളുടെ ഒരു മെനു എന്താണ് കഴിക്കേണ്ടത് അതിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ. നിങ്ങൾക്ക് ആ ഒരു ചിന്ത, നിങ്ങൾക്ക് 2 ദിവസത്തേനുള്ള ഒരു ചിന്ത നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ഉണ്ടായിരിക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, എനിക്ക് നാളത്തെ കാര്യം ഇതാണ് എന്നുള്ള കാര്യം, അതിനുവേണ്ടിയുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് വേണ്ട സാധനങ്ങൾ, ആഹാരം ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഇന്നേ നമ്മളുടെ വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടോ, സാധനങ്ങളുണ്ടോ, അന്നേരം കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാതെ എനിക്ക് ഈ ഒരു ആഹാരം ഇതാണ് എൻ്റെ ഇന്നത്തെ ദിവസത്തെ ആ ഒരു ചാർട്ട് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി
അതിനുള്ള സാധനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വാങ്ങിച്ചു വെക്കണം കേട്ടോ. നിങ്ങളുടെ അടുക്കളയിൽ അതിനുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അത് നമുക്ക് എവിടെയെങ്കിലും എഴുതിയിരിക്കും. ഞാൻ പറഞ്ഞ പോലെ അതിന് അടുക്കളയിൽ വെക്കാൻ പറഞ്ഞ ആ ഒരു ബുക്കും പേനയും ഉണ്ടല്ലോ, അതിൽ തന്നെ നിങ്ങൾക്ക് ഇടാം കേട്ടോ. ഇത് അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞ് ഇത് ഒരു വീട്ടമ്മമാർക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് കേട്ടോ. പൂർണ്ണമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലൊരു ഐശ്വര്യം അല്ലെങ്കിൽ സമാധാനം, സന്തോഷം, നിങ്ങളുടെ സമ്പത്ത് വർദ്ധിക്കാൻ ഇതൊക്കെ ഇതിന് കാരണമാകും കേട്ടോ. നമ്മളിങ്ങനെ ഒരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് മൈൻഡ് നമുക്ക് ഉള്ളിനുള്ളിലുള്ളപ്പം നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് പിടിപെടുകയില്ല. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ആരോടെങ്കിലും ദേഷ്യമോ വൈരാഗ്യമോ നിങ്ങളെ ഒരുപാട് ചിലപ്പോൾ ഉപദ്രവിച്ചിട്ടുണ്ടാവാം ചിലരെ, അല്ലെങ്കിൽ നിങ്ങളെ മാനസികമായിട്ട് ഒരുപാട് തളർത്തിയവർ നിങ്ങളുടെ ചുറ്റുമുണ്ടാകാം. എല്ലാവരും നല്ലവരൊന്നും അല്ലല്ലോ നമ്മളുടെ ചുറ്റുമുള്ളത്. നെഗറ്റീവ് എനർജി ഉള്ള ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. അവർ സ്വയം നന്നാകത്തുമില്ല, അവരുടെ ജീവിതത്തിൽ ഒരു ഐശ്വര്യം ഉണ്ടാകത്തുമില്ല. അതേപോലെ തന്നെ നമ്മളെയും അവർ ഇറിറ്റേഷൻ ആക്കാനും നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മളുടെ സമാധാനം കളയാനും ഒക്കെ ശ്രമിക്കുന്ന ഒരുപാട് പേര് നമ്മളുടെ അടുത്ത ബന്ധുക്കളായിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളായിരിക്കാം, നമ്മളോട് അടുത്ത് നിൽക്കുന്ന ചിലപ്പം അയൽവാസികളായിരിക്കാം, അങ്ങനെ നമ്മളോട് അടുത്ത് നിൽക്കുന്നവരായിരിക്കാം. പക്ഷേ അവരിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടണം. നമ്മൾ ആ ഒരു ലൂപ്പിൽ, അവരുടെ ആ ഒരു സർക്കിളിനുള്ളിൽ നമ്മൾ പെട്ടുപോകാതെ നമ്മൾ അതിൽ നിന്നും എസ്കേപ്പ് ആകാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളുടെ ജീവിതത്തിലേക്ക് അവരുടെ നെഗറ്റിവിറ്റി വന്ന് നമ്മളുടെ ജീവിതത്തിലേക്കും കൂടെ കൂടുതൽ ബാധിച്ച് നമ്മളുടെ ജീവിതം ഒരു കുളം തോണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ തന്നെ വഴിവെക്കല്ലേ കേട്ടോ. അങ്ങനെയുള്ളവരെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളോട് ശത്രുതയാണ്, നമ്മളുടെ ജീവിതത്തെ ഇത് ബാധിക്കുന്നു, ഒരാളോട് സംസാരിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മളുടെ മാനസികാവസ്ഥ നമുക്ക് സന്തോഷം കൂടുതൽ തരുന്നവരാണ്. ചിലരോട് സംസാരിച്ചാൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും, അവരോട് പിന്നെ സംസാരിക്കാനും അവരവരുടെ പ്ലാനുകളും അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളും അവരുടെ നല്ല നല്ല കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾക്കും അതുപോലെ ആകണം, അല്ലെങ്കിൽ അവരെ പോലെ മെച്ചപ്പെട്ട ജീവിതം നമുക്കും ഉണ്ടാകണം. അവരിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഇതുപോലൊക്കെ ആകണം, നമ്മളുടെ അവരുടെ ആ ഒരു എനർജി ലെവലിലേക്ക് നമുക്ക് എത്തണം എന്നൊക്കെ ഒരു ചിന്ത ചിലരോട് സംസാരിക്കുമ്പോൾ തോന്നും. എന്നാൽ ചിലരോട് സംസാരിക്കുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ, നമ്മൾ ഭയങ്കരമായിട്ട് നമ്മളുള്ള ഈ ഒരു അവസ്ഥയിൽ നിന്നും ഭയങ്കരമായിട്ട് പുറകോട്ട് പോകുന്ന പോലെയോ അല്ലെങ്കിൽ ഭയങ്കര നെഗറ്റീവായി പോകുന്ന പോലെയോ ഒക്കെ നമുക്കൊരു വിഷാദം അല്ലെങ്കിൽ ഒരു സങ്കടമൊക്കെ തോന്നുന്ന ഒരു അവസ്ഥ ചിലരോട് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് തോന്നും. അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തണം കേട്ടോ. അവരുടെ പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ശരിയാ നമ്മളും ഇങ്ങനെയാണല്ലോ എന്നൊക്കെ ചിന്തിച്ച് കഴിയുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ആ ഒരു എനർജി നമ്മളുടെ സത്യം പറഞ്ഞാൽ കുറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഈ ദാരിദ്ര്യം പറച്ചിലും ബുദ്ധിമുട്ട് പറയുന്നവരൊക്കെ ഒന്ന് മാറ്റി നിർത്തി നിങ്ങൾ നല്ല നല്ല കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുക, നല്ലത് സംസാരിക്കുക. നിങ്ങളുടെ വായിൽ നിന്ന് പോകുന്ന ഓരോ വാക്കിനും നിങ്ങൾ തലച്ചോറ് കൊണ്ട് നിങ്ങൾ ചിന്തിക്കണം കേട്ടോ. തലച്ചോറ് കൊണ്ട്, നിങ്ങളുടെ ചിന്ത കൊണ്ട് നിങ്ങൾ ചിന്തിക്കണം, ഞാൻ ഈ പറയുന്നത് എൻ്റെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു. നല്ല കാര്യങ്ങൾ പറയുമ്പം കൂടുതലായിട്ട് നല്ല പോസിറ്റീവ് എനർജിയാണ് നിങ്ങളിലേക്ക് വരുന്നത്. നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ പറയുമ്പം നെഗറ്റീവ് എനർജിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പരമാവധി നിങ്ങളുടെ നാവ് കൊണ്ട് പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്നതുവേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യുള്ളൂ. യൂണിവേഴ്സിൽ നിന്ന് നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുന്നത് നിങ്ങൾ ചിന്തിക്കുന്നതും നിങ്ങൾ പറയുന്നതും മാത്രമാണ് കേട്ടോ. അപ്പം ചിന്തയ്ക്കും ആ ഒരു പറച്ചിലും അല്ലെങ്കിൽ നമ്മളുടെ സംസാരത്തിന് ഭയങ്കര പവറാണ് കേട്ടോ ഉള്ളത്. നിങ്ങൾ വിചാരിക്കാത്തത്ര പവറാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത്. അപ്പം നമ്മളെപ്പോഴും നല്ല കാര്യങ്ങൾ പറയുക, മറ്റുള്ളവരുടെ കുറ്റങ്ങളും അല്ലെങ്കിൽ അസഭ്യവും ചീത്ത വാക്കുകളൊന്നും നിങ്ങൾ നാവുകൊണ്ട് പറയല് കേട്ടോ. നിങ്ങളുടെ മക്കളെയൊക്കെ ചിലർ സ്വന്തം ജനിപ്പിച്ച മക്കളെയൊക്കെ ചീത്ത വാക്കുകൾ അല്ലെങ്കിൽ തെറിയൊക്കെ വിളിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ഉള്ളിലുള്ള നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് എനർജി ഉള്ളവരാണ് ഈ ചീത്ത വാക്കുകൾ പുറത്തേക്ക് പറയുന്നത്. അവരുടെ ഉള്ളിലുള്ള ആ ഒരു ഫ്രസ്ട്രേഷൻ, അവർക്കങ്ങ് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ, അവരുടെ ഉള്ളിലുള്ള ആ ഒരു സമാധാനക്കേടാണ് നമ്മൾ പലപ്പോഴും പുറത്തേക്ക് കാണുന്നത് കേട്ടോ. കൂടെയുള്ളവരെ അല്ലെങ്കിൽ ആ ബന്ധത്തിൻ്റെ വില അറിയാതെ എന്നാലോചിച്ച് നോക്കി, നമ്മളുടെ ചോരയിൽ പിറന്ന നമ്മളുടെ കുഞ്ഞു മക്കളെയാണ് നമ്മൾ ഈ ചീത്ത വാക്കുകൾ പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി അവരുടെ മാനസികാവസ്ഥയൊന്ന് അല്ലേ. അത് ആ തിരിച്ചറിവ് ഉണ്ടാവുക എന്നുള്ളത് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ദൈവം ഉള്ളിനുള്ളിൽ ഉള്ളവർക്ക് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പോലും പറ്റുള്ളൂ കേട്ടോ. പലരും കാണത്തില്ല, വർഷങ്ങളായിട്ട് തെറി വിളിച്ച് ചീത്ത വാക്കുകളൊക്കെ പറഞ്ഞ് നടക്കുന്നവർ. അവരുടെ ഒന്നും ഉള്ളിൽ സത്യം പറഞ്ഞാൽ ദൈവം അധിവസിക്കുന്നില്ല എന്ന് വേണം പറയാൻ. അതിനാണ് നമ്മൾ പറയുന്നത് എപ്പോഴും പ്രാർത്ഥിക്കണം, ദൈവം നമ്മളുടെ ഉള്ളിനുള്ളിലാണ് ഉള്ളത് എന്നൊക്കെ പറയുകയില്ല. അതുപോലെ തന്നെ എല്ലാവരും പ്രാർത്ഥന കൈവിടല് കേട്ടോ. പ്രാർത്ഥനയ്ക്ക് ഭയങ്കരമായ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും കേട്ടോ.
നമ്മൾ അനാവശ്യമായ ഈ ബ്ലാക്ക് മാജിക് പോലുള്ള കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. പ്രാർത്ഥന എന്ന് പറയുന്നത് ചിലരൊക്കെ അവരുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി പല വൈദികന്മാരെയൊക്കെ കാണാൻ പോയി അവരുടേതായ പല മതസ്ഥരും പല രീതിയിലാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്യാൻ പോകുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയൊന്നുമല്ല, നമ്മൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിനുള്ളിലാണ് ദൈവം ഉള്ളത്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവം കേൾക്കുന്നുണ്ട്, യൂണിവേഴ്സ് കേൾക്കുന്നുണ്ട്. ഈ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ദൈവമാണ് കേട്ടോ. നിങ്ങൾ ഏത് മതസ്ഥരാണോ ആ മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഏതാണോ അതിനെ തന്നെയാണ് നമ്മൾ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. അല്ലാതെ മറ്റൊരു എനർജിയോ മറ്റൊരു എന്താ പറയുക മറ്റൊരു വിശ്വാസമോ മറ്റൊരു ദൈവമോ ഒന്നും അല്ല യൂണിവേഴ്സ്. പലരും വിചാരിക്കുന്ന ഒരു കാര്യം ഇതാണ് കേട്ടോ, എന്തോ ഒരു ദൈവം അല്ലെ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. എനിക്ക് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്, നിങ്ങൾ ഒരു മുസ്ലിം അല്ലേ, നിങ്ങൾ അള്ളാഹ് എന്ന് വേണ്ടേ പറയാൻ, നിങ്ങൾ യൂണിവേഴ്സ് എന്നാണോ എന്ന് പറയുന്നതൊക്കെ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് പേര് ക്രിസ്ത്യൻസ് ഉണ്ടാകും, ഹിന്ദുസ് ഉണ്ടാകും, പല മതസ്ഥരിൽ ജീവിക്കുന്നവരുണ്ടാകും അല്ലേ. അപ്പം ഞാൻ അള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ മറ്റുള്ളവർക്ക് അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ ഏത് മതത്തിലാണ് വിശ്വസിക്കുന്നത്, നിങ്ങളുടെ വിശ്വാസം എന്താണോ അത് പിന്തുടരാൻ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. നിങ്ങൾ വിശ്വസിക്കുക, നമ്മൾ പറഞ്ഞു തരുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ രീതിയിൽ പ്രാർത്ഥിക്കുക, അല്ലാതെ ഇങ്ങനെ ചോദിക്കാതെ. നമ്മൾ പലപ്പോഴും എനിക്ക് അതില്ല ഇതില്ല പരാതി പറയുന്ന പോലെയാണ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് അല്ലേ. ആ ഒരു രീതി മാറ്റി അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. നിങ്ങളുടെ പ്രാർത്ഥന എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യം അടുത്തൊരു ദിവസം വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. പ്രാർത്ഥിക്കാൻ അറിയില്ല, ഇതുവരെ നിങ്ങൾ യഥാർത്ഥ രീതിയിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ലെങ്കിൽ തീർച്ചയായും താഴെ പ്രയർ എന്ന് പറഞ്ഞിട്ടൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പ്രയർ ആവശ്യമുള്ളവർ അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ കാര്യങ്ങളും അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിനുള്ളിൽ നിന്ന് ഉപബോധ മനസ്സിൻ്റെ ശക്തി ഉപയോഗിച്ച് നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യം താഴെ ഒന്ന് പ്രയർന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ജീവിതത്തിലെ നന്മകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ അതിനുവേണ്ടി ചിന്തിക്കുക, പ്രവർത്തിക്കുക. സമയം വെറുതെ പാഴാക്കാതെ അതിരാവിലെ എഴുന്നേൽക്കുക, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുക. വീട് എപ്പോഴും നല്ലൊരു സ്വർഗ്ഗതുല്യമായിട്ട് നമ്മളുടെ ജീവിതം നമ്മളുടെ വീടെന്ന് പറയുന്നത് നമുക്ക് റെസ്റ്റ് എടുക്കാൻ അല്ലെങ്കിൽ നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ, നമ്മളുടെ മക്കൾക്കും നമ്മുടെ ഭർത്താവിനും നമുക്ക് സന്തോഷത്തോടു കൂടി എപ്പോഴും നല്ല ഒരു ഹാപ്പിനെസ്, നല്ല എപ്പോഴും പൊട്ടിച്ചിരിയുള്ള അല്ലെങ്കിൽ എല്ലാവരും കൂടിയിരുന്ന ചിരിയും വർത്താനവും ആഹാരം കഴിക്കുന്നതൊക്കെ ഒരുമിച്ച്, ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ചില വീടുകളിലൊക്കെ ഉള്ളതാണ് വിശക്കുന്നവർ ആദ്യം എടുത്ത് കഴിക്കുക. അങ്ങനെയൊന്നും അത് എന്നും ചെയ്യണം, എന്നും വിശക്കുന്നവർക്ക് കഴിക്കാം, അതല്ല ഞാൻ പറയുന്നത് കേട്ടോ. നമ്മൾ എല്ലാവരും അല്ലെങ്കിൽ ഒരു ഞായറാഴ്ചയോ ഭർത്താവിന് ലീവുള്ള ദിവസങ്ങളിലൊക്കെ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം ആക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരാൾ രാവിലെ കഴിച്ചു അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ എനിക്കിപ്പോൾ വിശക്കുന്നില്ലെന്ന് പറഞ്ഞു ഭാര്യ കുറച്ച് കഴിയുമ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ് കഴിക്കുന്നു. അതൊക്കെ അവരുടെ ഒരു സ്വരച്ചേർച്ചയാണ് കേട്ടോ, മനസ്സിലാക്കുന്നത്. വല്ലപ്പോഴും നമുക്ക് വിശക്കുന്ന രീതി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ളപ്പോൾ അസുഖം ഉള്ളപ്പോഴൊക്കെ നമുക്ക് കഴിക്കുന്നത് അത് വേറെ, അതല്ല പറയുന്നത്. സ്ഥിരമായിട്ട് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാൻ മടിക്കുന്ന വ്യക്തികൾ പോലും അല്ലെങ്കിൽ കുടുംബം പോലും നമുക്ക് ചുറ്റുമുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുമായിട്ടുള്ള സമയം നമ്മളുടെ വീട്ടിൽ ഭയങ്കര സ്വീറ്റ് മൊമെൻറ്റ്സ് ആക്കി മാറ്റാനായിട്ട് എല്ലാവരും ശ്രമിക്കണം കേട്ടോ. ഇതൊക്കെ നമ്മൾ സ്ത്രീകൾ മുൻകൈ എടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. നമ്മളുടെ വീട്ടിലെ ഐശ്വര്യം അല്ലെങ്കിൽ വീടിൻ്റെ നെടുന്തൂണെന്ന് പറയുന്നത് നമ്മൾ സ്ത്രീകൾ തന്നെയാണ് കേട്ടോ. നമ്മളുടെ മക്കൾക്കും നമ്മളുടെ ഭർത്താവിനും ഒക്കെ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക നമ്മുടെ ജീവിതത്തിൽ. അവരെ വില കുറച്ച് കാണാതെ അവരെ നമ്മൾ ഏതൊരു തീരുമാനം എടുക്കുമ്പോഴും അവരെ കൂടെ, അല്ലെങ്കിൽ ചെറിയ മക്കളാണെന്ന് പറഞ്ഞാൽ പോലും അവരോട് ചെറിയ രീതിയിൽ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുത്ത് എല്ലാ കാര്യങ്ങളിലും അവരുടെ അഭിപ്രായങ്ങളിലും ഒക്കെ ചോദിച്ച് ആ ഒരു ഒരു സന്തോഷ ജീവിതമായ ഒരു ജീവിതം നമ്മൾ കെട്ടിപ്പടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. നമ്മളുടെ വീട്ടിൽ നിന്നാണ് ഈ സന്തോഷമൊക്കെ പുറത്തേക്ക്, ഈ ഒരു പോസിറ്റീവ് എനർജി നമ്മളുടെ വീട്ടിൽ തുടങ്ങിയാൽ നമ്മൾ എല്ലാവരുടെയും മാനസികാവസ്ഥ മെച്ചപ്പെടും എന്നുള്ളതാണ്. ആ വീട്ടിലുള്ള വ്യക്തികളുടെ മാനസികാവസ്ഥ മെച്ചപ്പെടും, ആ ഒരു വീട്ടിൽ നല്ല പോസിറ്റീവ് എനർജി ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക, നല്ല അടുക്കും ചിട്ടയൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരിക, പ്രാർത്ഥിക്കുക എപ്പോഴും. അതുപോലെ തന്നെ നമ്മൾ ഈ സുഗന്ധദ്രവ്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിൽ ചന്ദനത്തിരി, കർപ്പൂരം അല്ലെങ്കിൽ കുന്തിരിക്ക ഇതൊക്കെ നമുക്ക് ഉപയോഗിച്ചൊന്ന് ഇടയ്ക്കൊന്ന് പുകയ്ക്കുകയും ഒക്കെ ചെയ്യുക. ഇതൊക്കെ നെഗറ്റീവ് എനർജി പുറന്തള്ളാനായിട്ട് നമ്മളെ സഹായിക്കും കേട്ടോ. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറേ നേരമായി നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ട്, അപ്പം നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും താഴെ താങ്ക് യു യൂണിവേഴ്സ് എന്ന്, എനിക്ക് താങ്ക് യു ഒന്നും പറയണ്ട,
ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ച യൂണിവേഴ്സിന് നന്ദി പറയുക. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ, പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നു എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കൊരു പ്രയോജനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ലവ് ഹേർട്ട്, ഒരു റെഡ് ഹേർട്ട് എനിക്കത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഓരോരോ വീഡിയോസ് ചെയ്യാൻ വേണ്ടി എനിക്ക് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ് നിങ്ങളുടെ ഓരോ കമൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇപ്പം തന്നെ, വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സ്ഥിരം പ്രേക്ഷകരൊക്കെ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. കുറച്ച് ഒരു 3-4 മാസം കഴിയുമ്പം എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ചെറിയ ചെറിയ ഗിഫ്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നതായിരിക്കും. അപ്പം എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. കമൻറ്റ് ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ ആരാണ് കമൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം കൃത്യമായിട്ട് ഞാനത് എഴുതി വെക്കുന്നതായിരിക്കും. സ്ഥിരം അല്ലെങ്കിൽ പ്രേക്ഷകർ, എല്ലാ വീഡിയോസും കാണുന്ന പ്രേക്ഷകരുടെ ഏകദേശം പേരുകളൊക്കെ എനിക്ക് ഇപ്പം അറിയാം കേട്ടോ. അപ്പോൾ ഞാൻ എഴുതി വെക്കുന്നതായിരിക്കും. നിങ്ങളെ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഗിഫ്റ്റുകളൊക്കെ അയച്ചു തരുന്നതായിരിക്കും. ഇതൊക്കെ ഞാൻ ചെറിയ ചെറിയ രീതിയിൽ, എനിക്കൊരു സന്തോഷം നിങ്ങൾക്കൊരു സന്തോഷം അല്ലേ, അതൊക്കെയല്ലേ നമ്മൾ സത്യം പറഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നന്മകളൊക്കെ ചെയ്യുക എന്നുള്ളത്, അത് നമ്മളുടെ യൂണിവേഴ്സ് നമുക്ക് കൂടുതൽ നന്മകൾ തരാൻ വേണ്ടി അത് കാരണമാകും കേട്ടോ. അപ്പം നിങ്ങളും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങളുടെ ചുറ്റുമുള്ള ഉള്ളവർക്കൊക്കെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ നിങ്ങളുടെ ഒരു മാസമാണ് നിങ്ങൾക്ക് ശമ്പളം വരുന്നതെങ്കിൽ ചെറിയൊരു തുക നിങ്ങളുടെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കൊക്കെ ഒന്ന് ദാനം ചെയ്യുക. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ. നമുക്ക് പലപ്പോഴും ചെറുതാണെന്ന് തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ചിന്തിച്ച് നമ്മൾ ചെയ്യുമ്പം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എപ്പോഴും. നിങ്ങൾ ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ വരുമ്പോൾ അതിനെയൊക്കെ ഇഗ്നോർ ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളതാണോ ഞാൻ ചിന്തിക്കുന്നത് എന്ന സ്വബോധത്തോടു കൂടി ചിന്തയെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കുക. നിങ്ങളുടെ ഉപബോധ മനസ്സിനെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പിന്നെ അതിനോടൊപ്പം തന്നെ സമയം പ്രയോജനപ്പെടുത്തി കൂടുതൽ നിങ്ങളുടെ വർക്കുകളിൽ നിങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്ത്, അല്ലെങ്കിൽ പ്രവൃത്തിയിൽ നിങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്ത് കഴിയുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും കേട്ടോ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ലൈഫ് സ്റ്റൈൽ, ആഗ്രഹിക്കുന്ന സമ്പത്ത്, ഇതൊക്കെ നേടിയെടുക്കണമെങ്കിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. നെഗറ്റീവായ എനർജിയൊക്കെ നിങ്ങൾ തട്ടിത്തെറിപ്പിച്ച് കളയുക. പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് വരട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ യൂണിവേഴ്സ് എത്രയും പെട്ടെന്ന് നടത്തി തരട്ടെ. അപ്പം ഇത്രയൊക്കെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ. നമുക്ക് അടുത്ത ദിവസം പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.